വണ്ടി റേസിലോട്ടിട്ട് ഓടിച്ച് നോക്കാം. ആൻഡ് റേസിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് ടോട്ടൽ ക്ലസ്റ്ററിൻ്റെ തീമൊക്കെ മാറും, ഫുള്ളൊരു റെഡ് തീമിലോട്ട് മാറുന്നുണ്ട്. സോ റേസിലാണ് വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ കിടക്കുന്നത്. ആൻഡ് റേസിൽ വണ്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്, വണ്ടി പടപടെ കയറുന്നുണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് മഹീന്ദ്രയുടെ XCV90 ആണ്, 79 kW മോഡൽ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഒരു കണക്റ്റിംഗ് DRലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് വണ്ടിയിൽ ഡൈനാമിക് സ്വൈപ്പ് വരുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ആൻഡ് വണ്ടിയുടെ ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ ആണെങ്കിലും അടിപൊളിയാണ്. ഒരു 2 സെക്ഷനായിട്ടാണ് ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വണ്ടിയിൽ ലെവൽ 2+ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആൻഡ് വണ്ടിയിൽ താഴെയായിട്ട് നമുക്ക് ഇവിടെ വണ്ടിയുടെ ചെറിയൊരു എയർ ഡാം, ഇവിടെ ആയിട്ട് വണ്ടിയുടെ റഡാർ കൊടുത്തിട്ടുണ്ട്. 5 റഡാർസാണ് വണ്ടിയിൽ വരുന്നത്. ആൻഡ് വണ്ടിയിൽ ടോട്ടലി 6 ക്യാമറാസ് വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ക്യാമറ ഇവിടെ ആയിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് മഹീന്ദ്രയുടെ EV വെഹിക്കിൾസിന് വേണ്ടി അവർ ന്യൂലി ഡിസൈൻഡ് ആയിട്ടുള്ള ലോഗോ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സാധാരണ ഇവരുടെ ICE എഞ്ചിൻസ് കാണുന്ന ലോഗോയെക്കാട്ടി കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട് ഈ ലോഗോയ്ക്ക്. സൈഡ് വൈസ് ലുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ്ലി സ്പോട്ട് ചെയ്യുന്ന വണ്ടിയുടെ ലാർജർ വീൽസ് ആണ്. ആൻഡ് വണ്ടിയുടെ ഈ ഒരു എയറോ ഡിസൈൻ കൊടുത്തേക്കുന്ന അലോയ് വീൽസ്. ആൻഡ് ഇവിടെ ആയിട്ടൊക്കെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാൻ പറ്റും. ആൻഡ് വണ്ടിക്ക് 207 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടി EVക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് മഹീന്ദ്ര എടുത്തേക്കുന്ന പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ആവശ്യത്തിനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ ഡൈനാമിക് സ്വൈപ്പ് വരുന്ന ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതപ്പോൾ അതുപോലെ വണ്ടിക്ക് ഫ്രണ്ടിൽ ഫ്രങ്ക് സ്പേസ് വരുന്നുണ്ട്. ഏകദേശം 150 ലിറ്റേഴ്സിൻ്റെ ഫ്രങ്ക് സ്പേസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ആൻഡ് ഇതിനകത്ത് മാക്സിമം ലോഡ് കപ്പാസിറ്റി 60 kg ഇവിടെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ട് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ക്ലോസ് ആവില്ല. ഈ 2 ലോക്സ് വരുന്ന ഏരിയ നോക്കി പ്രസ് ചെയ്ത് വേണം ഇത് ക്ലോസ് ചെയ്യാൻ. സോ ഗൈസ്, അപ്പോൾ വണ്ടിയുടെ റിയർ സൈഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലാർജ് കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ആയിട്ട് മഹീന്ദ്രയുടെ ലോഗോ, ആൻഡ് താഴെയായിട്ട് XCV90യുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് റിയർ പാർക്കിംഗ് ക്യാമറ കാണാൻ പറ്റും. ആൻഡ് വണ്ടിയിൽ ടോപ്പിൽ ഇവിടെ ആയിട്ട് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് താഴെയായിട്ടൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് കാണാൻ പറ്റും. ആൻഡ് റിയർ ഡിഫോഗീസ് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ വണ്ടിയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും. വണ്ടിയിൽ വരുന്നത് ഒരു ലാർജർ 600 ലിറ്റേഴ്സിൻ്റെ ബൂട്ടാണ് വണ്ടിയിൽ വരുന്നത്. ആൻഡ് ബൂട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ആൻഡ് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 663 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വണ്ടിയിൽ വരുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് ബൂട്ടിൽ ലാമ്പ് വരുന്നുണ്ട് 2 സൈഡിലും. ആൻഡ് ഇവിടെ ആയിട്ട് ഒരു 12 വോൾട്ട് പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ലിവർ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ടൊരു ഹുക്ക് വരുന്നുണ്ട്. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ തൂക്കിയിടാൻ പറ്റും. ആൻഡ് അതിന് താഴെയായിട്ട് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ചാർജറൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ അതുപോലെ വണ്ടിയിൽ ഓട്ടോമാറ്റിക് ടെയിൽ ഗേറ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആൻഡ് ഇതാണ് വണ്ടിയുടെ കീ ഫോബ് വരുന്നത്. ആൻഡ് വണ്ടിയിൽ നമ്മൾ ലെഗ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടെയിൽ ഗേറ്റ് തുറക്കും. ഇതേ കണ്ടില്ലേ? ആൻഡ് നമുക്കിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലോസ് ആയിക്കോളും. സോ ഗൈസ്, അപ്പം നമ്മൾ XCV90യുടെ ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ അത്യാവശ്യം ചെറിയ മഴ പെയ്യുന്നുണ്ട്. ആൻഡ് വണ്ടിയിൽ കയറുമ്പോൾ തന്നെ വണ്ടിയിൽ നമ്മുടെ ഫസ്റ്റ് അട്രാക്ഷൻ വണ്ടിയുടെ ലാർജർ സ്ക്രീനാണ്. ഇത് 12.3 ഇഞ്ചിൻ്റെ 3 സ്ക്രീൻസാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് പാസഞ്ചറിന് വേണ്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. അത് ഞാൻ ആ സൈഡിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ആൻഡ് ഇത് നോർമൽ ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് വണ്ടിയുടെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനകത്താണ്. വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കയറി കഴിഞ്ഞാൽ ടോട്ടലി നമുക്കൊരു പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. ഒരു വണ്ടിയുടെ പ്ലാസ്റ്റിക് ക്വാളിറ്റീസ് ആണെങ്കിലും ഓവറോൾ ഉള്ള ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിലും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ഭയങ്കര ഭംഗിയായിട്ടാണ് മഹീന്ദ്ര ഈ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ മഹീന്ദ്രയുടെ EV വെഹിക്കിൾസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ലോഗോ നമുക്ക് കാണാൻ പറ്റും. അത് സെൻട്രലായിട്ട് അതിന് താഴെയായിട്ട് എയർ ബാഗിൻ്റെ വാണിങ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പക്ഷേ കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷേ പൊടിയൊക്കെ നല്ലപോലെ ഡസ്റ്റ് അബ്സോർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓവറോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഡിസൈൻ ആണെങ്കിലും അടിപൊളിയാണ്. വണ്ടിയിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പർ കൺട്രോൾസ് കാണാൻ പറ്റും. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഹെഡ് ലാമ്പ് കൺട്രോൾസ് ഉണ്ട്. വണ്ടിയിൽ ഓട്ടോ ഹെഡ് ലാമ്പ്സും ഓട്ടോ വൈപ്പേഴ്സും വരുന്നുണ്ട്. വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. ആൻഡ് ഇത് ട്രാക്ഷൻ കൺട്രോൾ, ഇത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഇത് പുറകിലെ പവർ ടെയിൽ ഗേറ്റ്, ആൻഡ് ഇത് ഡൗൺ ഹിൽ അസിസ്റ്റ്
ഇത് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ബട്ടൺ ആൻഡ് ഇത് ചാർജിങ് പോർട്ടിൻ്റെ. സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് അതിൻ്റെ കൺട്രോൾസ് ഇവിടെ ഡോസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെഴ്സിഡീസ് ടൈപ്പ് ഡിസൈനാണ് ഈ ബട്ടൺസ് ഒക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് 3 മെമ്മറീസും വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡോർ സൈഡിൽ തന്നെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് കാണാം. ആൻഡ് ഇവിടെ ആയിട്ട് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ ഹാർമൻ കർഡറിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. ആൻഡ് വണ്ടിയുടെ സ്റ്റീരിയോ അടിപൊളിയാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് കാണിക്കാം. വണ്ടിയിൽ ഇവിടെ ആയിട്ട് ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെൻറ്ററിൽ 2 AC വെൻറ്റ്സ് വരുന്നുണ്ട്. അവിടെയും ഒരു AC വെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് റിയറിലും AC വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഗിയർ നോബ് കാണാൻ പറ്റും. ആൻഡ് ഇതിൽ നമുക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് 3 ഓപ്ഷൻ ഉണ്ട്. പിന്നെ പാർക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ഇവിടെ ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ നോബ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള നോബാണിത്. ഒരു ജോയ്സ്റ്റിക്ക് പോലെ കൊടുത്തിരിക്കുകയാണ്. അതിന് സൈഡിലായിട്ട് നമുക്ക് കൺട്രോൾസ് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഫാനിൻ്റെ AC-യുടെ ആൻഡ് സൗണ്ട് അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ആയിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ ഇവിടെ വെച്ച് ചാർജ് ചെയ്യാം. ആൻഡ് അതിൻ്റെ മണ്ടക്കായിട്ട് കുറച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ഹസാർഡ് ലാമ്പിൻ്റെ ആൻഡ് 360 ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ വണ്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആൻഡ് കൊടുത്തിരിക്കുന്ന ക്വാളിറ്റി, വണ്ടിയുടെ ഡാഷിനൊക്കെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ടോട്ടലി വണ്ടി നമുക്കൊരു പ്രീമിയം ഫീലാണ് തരുന്നത്. വണ്ടിയിൽ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ആംബ്രസ്റ്റ് ആണ്. ആൻഡ് ഇതിനകത്ത് ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് കീ വെക്കാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. ആൻഡ് കൂളിംഗ് ഫംഗ്ഷനും വരുന്നുണ്ട്. ഞാൻ വണ്ടിയുടെ 360 ക്യാമറ ഒന്ന് എൻഗേജ് ചെയ്ത് കാണിച്ചു തരാം. സോ നമുക്കിങ്ങനെ ഫ്രണ്ട് വ്യൂ, ഇതിപ്പോൾ റിയർ വ്യൂ ആണ് കിടക്കുന്നത്. നമുക്ക് ഫ്രണ്ട് വ്യൂ എല്ലാ ക്യാമറയും നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ് കിടക്കുന്നത്. ആൻഡ് നമുക്ക് 3D വ്യൂ എടുത്തു കഴിഞ്ഞാൽ ടോട്ടലി വണ്ടി നമുക്കിങ്ങനെ ഫുൾ 360 വ്യൂ നമുക്ക് കിട്ടും. ആൻഡ് ഇതിനകത്ത് കാറിൻ്റെ അനിമേഷൻ ഒരു വൈറ്റ് വണ്ടിയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ വണ്ടി പക്ഷേ വൈറ്റ് അല്ല. ആൻഡ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ക്യാമറാസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ ഓട്ടോ ഡിമ്മിങ് ഉള്ള റിയർ വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. ആൻഡ് വണ്ടിയിൽ ക്യാബിൻ റെക്കോർഡിങ്ങിനായിട്ട് ഒരു ക്യാമറ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോൾസ് കാണാം. ഞാൻ സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. വണ്ടിയുടെ ഭയങ്കര ലാർജർ സൺറൂഫാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അടിപൊളി സൺറൂഫാണ്. സോ നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ബ്ലൈൻഡ് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇതൊരു ഇലുമിനേഷൻ വരുന്ന സൺറൂഫാണ്. രാത്രിയിലാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് മഹീന്ദ്രയുടെ ലോഗോ ഒക്കെ ഇങ്ങനെ ഇലുമിനേറ്റഡ് ആയിട്ട് കാണാം. അതിൽ സൈഡിലായിട്ട് ഇങ്ങനെ ലൈറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇവിടെ 2 സൈഡിലും ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കൺട്രോൾസ് ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയിൽ നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം കിട്ടും. സോ ഗൈസ്, അപ്പം നമുക്കിനി പാസഞ്ചർ സൈഡ് സീറ്റിലോട്ട് കയറാം. ഇവിടെ നല്ല മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, പാസഞ്ചർ സൈഡ് സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒന്നും അല്ല. നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഇതിലോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമുക്ക് ഈ ബിഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആണ്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് നമുക്ക് സെപ്പറേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ കൺട്രോൾസ് സെപ്പറേറ്റ് ആണ്. ആൻഡ് ഇത് നമുക്ക് ഇവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ നോബ് വെച്ച്. ആൻഡ് അവിടെ ആയിട്ട് പിന്നെ ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇത് 12.3 ഇഞ്ചിൻ്റെ 3 സ്ക്രീൻസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിങ്ങനെ ഇതൊരു സ്ക്രീൻ, അതൊരു സ്ക്രീൻ, അങ്ങനെ 3 സ്ക്രീൻസ്. പിന്നെ വണ്ടിയിൽ ടോപ്പിലായിട്ട് ട്വീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും ആൻഡ് ഡ്രൈവർ സൈഡിലും ട്വീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയി. ആൻഡ് ഇവിടെ സൺവൈസേഴ്സിൽ നമുക്ക് എയർ ബാഗിൻ്റെ ഒരു വാണിംഗ് കാണാം. ആൻഡ് ഇതിനകത്ത് നമുക്ക് ചെറിയൊരു മിററും വരുന്നുണ്ട്. നമുക്ക് മിറർ എടുക്കാൻ ഇച്ചിരി പാടാണ്. ആൻഡ് ഇവിടെ മിറേഴ്സിൻ്റെ 2 സൈഡിലും ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് എക്സ്റ്റെൻഡബിൾ സൺവൈസേഴ്സ് ആണ്. പക്ഷേ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒന്നും പറിച്ച് കളയാത്തതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കുന്നില്ല. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സൺവൈസേഴ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. ഗ്ലൗ ബോക്സിൽ കൂളിംഗ് ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല. ആൻഡ് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്കൊരു DVR പോർട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്യാമറ ഇന്റേണൽ വരുന്നുണ്ട്. ആൻഡ് ടോട്ടൽ ക്യാമറസ് നമുക്ക് റെക്കോർഡിംഗ് ഒക്കെ ഈ പോർട്ട് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഫുട്ടേജ് എല്ലാം. ആൻഡ് അത്യാവശ്യം ഡീസൻറ്റ് സ്പേസ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഡോർ പോക്കറ്റ്സ് നോക്കുകയാണെങ്കിലും ഇവിടെ ആയിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് ഇപ്പുറത്തായിട്ട് ഒരു അംബ്രല ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. സോ ഗൈസ്, അപ്പം നമുക്കിനി വണ്ടിയുടെ റിയർ സൈഡിലോട്ട് കയറാം. ഞാൻ നിങ്ങൾക്ക് വണ്ടിയുടെ റിയർ സൈഡൊന്ന് കാണിച്ചു തരാം.
റിയർ സൈഡ് ഭയങ്കര സ്പേഷ്യസ് ആണ്. ആൻഡ് വണ്ടിയിൽ നമുക്ക് പ്രോപ്പർ ലെഗ് റൂം ആൻഡ് എയർ റൂം കിട്ടുന്നുണ്ട്. ആൻഡ് വണ്ടിയിൽ നല്ല അടിപൊളി തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ആൻഡ് വണ്ടിയുടെ റിയർ സീറ്റിൽ ഇരിക്കാനുള്ള കംഫർട്ട് അടിപൊളിയാണ്. ഞാൻ നേരത്തെ ഇതിൽ കയറിയപ്പോഴും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. വണ്ടിയുടെ റിയർ സീറ്റ് ഭയങ്കര സ്പേഷ്യസ് ആണ്, ഇരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. സീറ്റ്സ് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വണ്ടിയുടെ റിയർ സീറ്റിൽ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ ഒരു 65 വാട്ട്സിൻ്റെ ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഇവിടെ ആയിട്ടൊരു ടാബ്ലറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് AC വെൻസ് കാണാം. ആൻഡ് ഇവിടെ താഴെയായിട്ട് ഒരു വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രണ്ടിൽ കയറിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ സൺറൂഫ് ഭയങ്കര ലാർജ് സൺറൂഫാണ്. നമുക്ക് ഭയങ്കര ഏറി ഫീൽ കിട്ടും, നമുക്ക് ക്രാംഡ് ഫീലൊന്നും തോന്നിക്കില്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലിമിനേറ്റഡ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ഇതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഏകദേശം 60 മില്യൺ കളേഴ്സ് വരുന്നുണ്ടെന്നാണ് മഹേന്ദ്ര പറയുന്നത്. ആൻഡ് മഹേന്ദ്ര ഈ റൂഫിനെ ഇൻഫിനിറ്റി റൂഫ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഫ്രണ്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് മൊത്തം നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിയിൽ റിയർ സൈഡ് ഡോർസിൽ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാനുവലി പൊക്കിയിടാൻ പറ്റുന്ന ബ്ലൈൻഡ്സ് ആണ്, ഓട്ടോമാറ്റിക് ബ്ലൈൻഡ്സ് ഒന്നുമല്ല. 2 ഡോർസിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ആൻഡ് ലെഫ്റ്റ് സൈഡിലും ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഭയങ്കര ഫീച്ചർ പാക്ഡാണ്. വണ്ടി ഈ പ്രൈസിൽ വണ്ടിയിൽ മഹേന്ദ്ര മാക്സിമം എന്തൊക്കെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക അതെല്ലാം ഈ വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വണ്ടിയിൽ ഹെഡ് റൂം ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് ഡീസൻറ്റ് ഹെഡ് റൂം നമുക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ റിയർ സൈഡിൽ നമുക്ക് 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെൻട്രലായിട്ട് ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ടിൻ കപ്പ് ഹോൾഡേഴ്സും കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടിയിൽ ഒരു കിഡിലൻ സ്റ്റീരിയോ ആണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് ഫൈൻ ട്യൂൺ ചെയ്തേക്കുന്നത് AR റഹ്മാനാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്റ്റീരിയോ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. നമ്മൾ കയറിയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അത് നമുക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഒരു ഫീൽ കിട്ടണമെന്നില്ല. പക്ഷേ ഇത് ഈ വണ്ടിയിൽ ആരെങ്കിലും വണ്ടിയിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്റ്റീരിയോ മസ്റ്റായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. സൂപ്പറായിട്ടാണ് ഇതിൻ്റെ സ്റ്റീരിയോ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ XCV9 ഡ്രൈവ് ചെയ്യാൻ കയറി. അവിടെ മഴയാണ്ട് നമുക്ക് കയറുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ വണ്ടി ഇപ്പോൾ ഡിഫോൾട്ട് മോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിപ്പം കറൻ്റ്ലി 510 കിലോമീറ്റർ എസ്റ്റിമേറ്റഡ് റേഞ്ച് കാണിക്കുന്നുണ്ട്. ആൻഡ് 85% ബാറ്ററി ചാർജ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓവറോൾ വണ്ടിക്ക് ലാർജർ വീൽ ബേസ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പുറത്ത് കാണിച്ച പോലെ ആൻഡ് വണ്ടി റൈഡ് കൺട്രോൾ അടിപൊളിയാണ്. വണ്ടിക്ക് അത്യാവശ്യം സ്റ്റേബിളാണ്. വണ്ടി ഇപ്പോൾ ഹൈ സ്പീഡ്സിലാണെങ്കിലും ഇപ്പോൾ കർവൊക്കെ എടുക്കാനാണെങ്കിലും വണ്ടി നല്ല സ്റ്റേബിളാണ്. നമുക്ക് വണ്ടി ഹാൻഡ്ലിങ് അടിപൊളിയാണ് വണ്ടിയുടെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 79 കിലോവാട്ട് വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ബേസായിട്ട് വേറെ 52 കിലോവാട്ടിൻ്റെ ഒരു വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. ആൻഡ് വണ്ടി 79 കിലോവാട്ട് ആയതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. നമുക്കിപ്പോൾ ഡിഫോൾട്ട് മോഡിൽ തന്നെ ആണെങ്കിൽ വണ്ടിക്ക് നമുക്ക് ആ ഒരു പുള്ള് കിട്ടുന്നുണ്ട്. ആൻഡ് വണ്ടിയുടെ EV ആയതുകൊണ്ട് തന്നെ സഡൻ റെസ്പോൺസ് ആണ്. നമുക്ക് ആ ഒരു ഇനിഷ്യൽ പിക്കപ്പ് പെട്ടെന്ന് കിട്ടും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ റേഞ്ചും അതുപോലെ ചാർജിങ് ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയുടെ ഓണറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സോ വണ്ടി ഇപ്പോൾ കറൻ്റ്ലി 3000+ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. സോ നമുക്ക് ഓണറിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് വണ്ടിയുടെ ചാർജിങ് സ്പീഡൊക്കെ എങ്ങനെയുണ്ട്, എത്ര ടൈം എടുക്കുന്നുണ്ട് വണ്ടി ചാർജ് ആവാൻ? 6 മണിക്കൂർ എടുക്കുന്നുണ്ട് ഹോം ചാർജിങ്. അത് എത്ര കിലോവാട്ടിൻ്റെ ചാർജിങ് ആണ്? 11 കിലോവാട്ട്. പുറത്ത് ഫാസ്റ്റ് ചാർജിങ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. നമുക്ക് 175 കിലോവാട്ട് DC വരെ കിട്ടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അത്ര ഇല്ല, നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ അത്രയും പവറുള്ള ഇല്ല, എന്നാലും നല്ല സ്പീഡിൽ കയറുന്നുണ്ട് 60 കിലോവാട്ടിൻ്റെ ഒക്കെ. അതുപോലെ കമ്പനി വണ്ടിക്ക് 680 കിലോമീറ്റർ റേഞ്ച് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? റിയൽ വേൾഡ് റേഞ്ച് എത്ര കിട്ടുന്നുണ്ട്? ആവറേജ് കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ വണ്ടിയിൽ 4 ഡ്രൈവിംഗ് മോഡ്സ് ആണ് വരുന്നത്. വണ്ടി ഇപ്പോൾ കറൻ്റ്ലി ഡിഫോൾട്ടിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് റേഞ്ച്, എവരിഡേ, റേസ് അങ്ങനെ 4 മോഡ്സ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ ഡിഫോൾട്ടിലിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. സോ നമുക്കിനി വണ്ടി റേസിലോട്ടിട്ട് ഓടിച്ച് നോക്കാം. ആൻഡ് റേസിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് ടോട്ടൽ ക്ലസ്റ്ററിൻ്റെ തീമൊക്കെ മാറും. ഫുൾ ഒരു റെഡ് തീമിലോട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇവിടെ റേസ് എന്ന് എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് റേസിലിടുമ്പോൾ റേഞ്ചും കുറയുന്നുണ്ട് അല്ലേ? റേഞ്ചും ഇപ്പോൾ 410 കാണിക്കുന്നത്. സോ നമുക്കപ്പോൾ വണ്ടി റേസിലിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം.
റേസിലാണ് വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ കിടക്കുന്നത്. ആൻഡ് റേസിൽ വണ്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. വണ്ടി പടപടെ കയറുന്നുണ്ട്. ആൻഡ് സ്റ്റിയറിംഗ് കൂടെ കുറച്ച് സ്റ്റിഫായിട്ടുണ്ട്. നമുക്ക് ഹാൻഡ്ലിങ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് റേസ് മോഡും ഡിഫോൾട്ട് മോഡും തമ്മിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ടോട്ടൽ പെർഫോമൻസ് മാറിയിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് ഡെയിലി ഡ്രൈവിങ്ങിൽ നമുക്ക് റേസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഹൈവേസിലോ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കൂടുതലും ഡിഫോൾട്ടിലിട്ടല്ലേ ഡ്രൈവ് ചെയ്യാറുള്ളത്? വണ്ടി ഇപ്പോൾ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ടല്ലേ? 2000 കിലോമീറ്റർ. എത്ര എന്തെങ്കിലും ചാർജ് വല്ലതും ഉണ്ടോ അതോ ഫ്രീ ആണോ? സർവീസിൽ എന്തൊക്കെയാണ് ചെയ്തത്? അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വാഷും അപ്ഡേഷനും വേറെ ഒന്നുമില്ല. സോ ഗൈസ്, അപ്പോൾ വണ്ടിയിൽ ഓട്ടോ പാർക്കിംഗ് വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഓട്ടോ പാർക്കിംഗ് എൻഗേജ് ചെയ്യാം. ആൻഡ് നമ്മൾ വിർച്വൽ പാർക്കിംഗ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സൈഡ് വൈസ് വേണമെങ്കിലും പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വേണമെങ്കിലും പാർക്ക് ചെയ്യാം. സോ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ കൺഫേം കൊടുത്തിട്ട് സ്റ്റാർട്ട് പാർക്കിംഗ് കൊടുത്താൽ മതി. വണ്ടി ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്തോളും. സോ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലിയാണ്, കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്കോ ആക്സിലറേറ്ററോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് പാർക്കിംഗ് ആണ്. പക്ഷേ ഇവിടെ ആയിട്ട് നമുക്ക് ഏത് ഗിയറിലാണെന്ന് കാണിക്കും. ഇവിടെ റിവേഴ്സ് കാണിക്കുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ ഡ്രൈവ് കാണിക്കുന്നുണ്ട്. പാർക്കിംഗ് കംപ്ലീറ്റഡ്. നമ്മളിട്ട പൊസിഷനിൽ തന്നെ വണ്ടി കറക്റ്റായിട്ട് ഇപ്പോൾ പാർക്കായിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ വണ്ടിയിൽ റിവേഴ്സ് അസിസ്റ്റും വരുന്നുണ്ട്. സോ അതോടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നമുക്ക് ഇവിടെ നിന്നിട്ടിട്ട് ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള പാത്തിൽ നമുക്ക് റിവേഴ്സ് അസിസ്റ്റ് വരുന്നുണ്ട്. സോ വണ്ടി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലിയാണ് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ XCV90 വീഡിയോ. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.